കുമാർ, ചേലക്കരയിൽ ഇപ്പോൾ പോളിംഗിന്റെ അവസാന മിനിറ്റുകളിലേക്ക് ഇനി 28 മിനിറ്റേ ഉള്ളൂ ഔദ്യോഗികമായി സമയം അവസാനിക്കാൻ. പക്ഷേ വരി നിൽക്കുന്ന എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള സൗകര്യം ഒരുക്കുന്നതാണ് പതിവ്. ഇപ്പോഴത്തെ ഒരു കാഴ്ച എങ്ങനെയാണ്? സുജയ, ഇപ്പോൾ ഞാൻ നേരത്തെ നിന്ന് അതേ സ്ഥലത്ത് തന്നെയാണ്. ചേലക്കര നഗരത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു ബൂത്താണിത്. 3 ബൂത്തുകളുള്ള ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഹൈസ്കൂൾ, അവിടെയാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. അവിടെയാണ് ഏറ്റവും കൂടുതൽ തിരക്കുണ്ടാവുക. മറ്റിടങ്ങളിലൊക്കെ തിരക്ക് പരമാവധി കുറഞ്ഞിട്ടുണ്ട്. ഇവിടെയും ഇപ്പോൾ വലിയ തിരക്ക് കാണാനില്ല. പക്ഷേ ഇനിയും നിരവധി പേർ വോട്ട് ചെയ്യാൻ എത്താനുണ്ട്. അവർ എത്തും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ പങ്കുവയ്ക്കുന്നത്. പക്ഷേ ഇനി അരമണിക്കൂർ സമയം മാത്രമേ ഉള്ളൂ. 6 മണിക്ക് മുൻപ് എത്തിയവർക്ക് മാത്രമേ വോട്ട് ചെയ്യാനുള്ള അവസരമുണ്ടാകൂ. പക്ഷേ അതിനു മുൻപ് തന്നെ പരമാവധി ആളുകൾ എത്തും എന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. കൂടുതൽ നേരത്തെ അല്പം മുമ്പ് വരെ സ്ത്രീ വോട്ടർമാരുടെ വലിയ ക്യൂ ഉണ്ടായിരുന്നു. അത് ഒരു പരിധിവരെ കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനിയും നമുക്ക് ഗേറ്റ് കാണാം. രാഷ്ട്രീയ പാർട്ടി പ്രവർത്തകരൊക്കെ അവിടെ ഉണ്ട്. ഇനിയും കുറച്ചധികം കൂടി അവരുടെ കണക്കിൽ ഇനിയും ആളുകൾ എത്താനുണ്ട് എന്നാണ് പറയുന്നത്. അവരെ എത്രയും വേഗം എത്തിക്കാനുള്ള നടപടികളാണ് ഇപ്പോൾ അവർ ആലോചിക്കുന്നത്. ചേലക്കര പഞ്ചായത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സുജയ, ഇടതുപക്ഷത്തിൻ്റെ കെ രാധാകൃഷ്ണൻ്റെ സ്വന്തം പഞ്ചായത്താണ്. പക്ഷേ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആ പഞ്ചായത്തിലടക്കം രമ്യ ഹരിദാസ് രാധാകൃഷ്ണന്റെ ബൂത്തിലടക്കം ലീഡ് നേടിയത് ഇടത് കേന്ദ്രങ്ങളെ ഞെട്ടിച്ചിരുന്നു. അതുകൊണ്ട് അത് തിരികെ പിടിക്കാൻ വലിയ പരിശ്രമം അവർ ഇത്തവണ നടത്തുകയും ചെയ്തു. പക്ഷേ UDF പറയുന്നത് അവരുണ്ടാക്കിയ ആ നേട്ടം ഇത്തവണയും തുടരും എന്ന് തന്നെയാണ്. അങ്ങനെ ശക്തമായിട്ടുള്ള ഒരു മത്സരം ഇത്തവണ ഈ ചേലക്കര പഞ്ചായത്തിൽ, ചേലക്കരയുടെ നഗരഹൃദയം കുടികൊള്ളുന്ന അങ്ങനെയാണെങ്കിൽ ഞാൻ ജെയ്സണോടൊന്ന് ചോദിക്കട്ടെ. സായ്കുമാർ ഇപ്പോൾ പറയുന്നത് അനുസരിച്ചാണെങ്കിൽ പഞ്ചായത്ത് തലത്തിൽ തന്നെ എല്ലായിടത്തു നിന്നും ആളുകളെ കൂടുതലായി ബൂത്തുകളിലേക്ക് എത്തിക്കാൻ മുന്നണികൾക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ജെയ്സൺ, അന്തിമ കണക്ക് വരുമ്പോൾ ചേലക്കരയിൽ ഗംഭീര പോളിംഗ് എന്ന് നമുക്ക് പറയേണ്ടി വരില്ലേ? നിലവിലത്തെ സാഹചര്യം അനുസരിച്ച് പോളിംഗ് ശതമാനം വർദ്ധിക്കുമെന്ന് തന്നെയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 5-19 70% വ്യത്യസ്ത പഞ്ചായത്തുകളിലെ വിവിധ ഏകദേശം 150ഓളം ബൂത്തുകളിൽ നിന്നുള്ള ലഭിക്കുന്ന വിവരങ്ങളനുസരിച്ച് 70% പോളിംഗ് ആയിരിക്കുന്നു. 77% ഏകദേശം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ പോളിംഗ് ശതമാനം. അതിൽ നിന്നും ഇപ്പോഴത്തെ നില വെച്ച് നോക്കുകയാണെങ്കിൽ 1-2% വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. അതിനുള്ള കാരണം പ്രധാനമായും നീണ്ട നിര തന്നെയാണ്. പോളിംഗ് ബൂത്തുകളിലെ ഏതാനും കുറച്ച് ബൂത്തുകളിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ശരാശരിയും അതിനു മുകളിലും ആളുകൾ വരിയിൽ നിന്നുകൊണ്ട് പോളിംഗിനായി എത്തിച്ചേർന്നിട്ടുണ്ട്. ഇതിനുള്ള പ്രധാനപ്പെട്ട കാര്യം, ചേലക്കര ഒരു കാർഷിക മണ്ഡലമാണ്. നിരവധി സാധാരണക്കാരായ ആളുകൾ ഉൾക്കൊള്ളുന്ന ഒരു മണ്ഡലമാണ്. അതുകൊണ്ട് തന്നെ വിവിധ ജോലികളും അതുപോലെ തന്നെ കാർഷിക മേഖലകളിലുള്ള പ്രവർത്തനം കഴിഞ്ഞ് വോട്ടിങ്ങിന് വരുന്നൊരു സമയം എന്ന് പറയുന്നത് 4 മണിക്കും 6 മണിക്കും ഇടയിലുള്ള ഒരു സമയമാണ്. ആ സമയം സ്വാഭാവികമായും പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ നീണ്ട ക്യൂ കാണാൻ കഴിയും. കഴിഞ്ഞ വാർത്താ ബുള്ളറ്റിനിലൊക്കെ നാം പറഞ്ഞത് രാവിലെ 9 മണി വരെ ഒട്ടുമിക്ക ബൂത്തുകളിലും വലിയ തിരക്കായിരുന്നു. രാവിലെ 9 മണിക്ക് ശേഷം ജോലിക്കും മറ്റു വീട്ടാവശ്യങ്ങൾക്കും മറ്റു കാർഷിക ആവശ്യങ്ങളൊക്കെ പോയതിനു ശേഷം മടങ്ങിയെത്തിയ ശേഷം വീണ്ടും വെയിലൊക്കെ ആറി ക്യൂവിന് മുന്നിൽ പോളിംഗ് ബൂത്തുകൾക്ക് മുന്നിൽ നിൽക്കുന്ന വനിതാ വോട്ടർമാരുടെ അപ്പോൾ ആ ഗ്രാമീണ മണ്ഡലത്തിന്റെ ജോലിക്കൊക്കെ പോയി തിരിച്ചു വന്ന് വോട്ട് ചെയ്യുന്നതിന്റെ ഒരു രീതി വെച്ച് നോക്കുമ്പോൾ എന്തായാലും ഇപ്പോൾ പല പഞ്ചായത്തുകളിലും 70% കടന്നിട്ടുണ്ട്. ചേലക്കരയിൽ പോളിംഗ് ശതമാനം ഇനിയും ഉയരും. അത് ആരെ തുണയ്ക്കും എന്നുള്ളതാണ് നമ്മൾ കാത്തിരിക്കുന്നത്.